ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്താലോ? നമ്മളിവിടെ ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് കൊടുത്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കവർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഇതിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളതിൽ വരച്ചെടുത്തത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും വീണ്ടും നമുക്കിതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഫോം ഷീറ്റാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകൾ ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെയായിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസിൽ സ്റ്റാർ വരച്ച് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിയുന്ന ഇതുപോലത്തെ പേപ്പറിൽ നിന്നും വീതി കുറഞ്ഞ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് ക്രിസ്മസ് ട്രീയിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ അതിലേക്ക് തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ തെർമോക്കോൾ ബാൾസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും സ്ക്വയർ പീസുകൾ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് ഗിഫ്റ്റ് ബോക്സുകൾ പോലെ അതിന് താഴെയായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അത് നമ്മളതിന് താഴെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ ഫ്രെയിം കാണാനായിട്ടൊരു ഭംഗിയില്ല, അത് നമ്മൾ മാറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രെയിം എല്ലാം ഇതുപോലെ നമ്മൾ മാറ്റി ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇതിലും നമ്മൾ ഫ്രെയിം പോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് നമുക്ക് റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ഒരടപ്പ് വെച്ച് വരച്ച് നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമ്മളിവിടെ ഈ ഒരു ചരടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ചരടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം അതിലേക്കൊന്ന് വെച്ച് നോക്കി നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അതിന് താഴെയായിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന രണ്ട് ക്രാഫ്റ്റ് വർക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ബോ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയകൾ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മുടെ രണ്ട് ക്രാഫ്റ്റ് വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരും മറന്നു പോകരുതേ.